തന്നെ കാട്ടുകള്ളനെന്ന് വിളിച്ചവർ സത്യം മനസ്സിലാക്കുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. ദീർഘകാലമായി പൊതുരംഗത്തുള്ള തന്നെ ജനങ്ങൾ മനസ്സിലാക്കും. 96-ൽ മത്സരരംഗത്ത് എത്തിയത് മുതൽ തനിക്കെതിരെ പലതരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആരോപണങ്ങൾ തനിക്ക് പുത്തരിയല്ലെന്നും സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ AICC തീരുമാനം വന്ന ശേഷം പ്രതികരിക്കാമെന്നും അടൂർ പ്രകാശ് കോന്നിയിൽ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരെ ആക്ഷേപങ്ങൾ പലതരത്തിലും ഉന്നയിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശ് കാട്ടുകള്ളൻ ആണ് എന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ളവരും എനിക്കെതിരെ അങ്ങനെ പറയാൻ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അവസരം ഒരുക്കിയിട്ടുള്ളവരും ഇന്നല്ലെങ്കിൽ നാളെ ഇതിന്റെ സത്യാവസ്ഥ പൂർണ്ണമായും അറിയും, മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിവരങ്ങൾ നൽകാനായി സജോ ദേവസി ചേരുന്നുണ്ട്. സജോ, അടൂർ പ്രകാശിന്റെ സീറ്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ AICC തീരുമാനം വന്ന ശേഷം പ്രതികരിക്കാമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പ്രതീക്ഷയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി അദ്ദേഹം പറഞ്ഞത്? അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലും അതുപോലെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് തന്നെ കാട്ടുകള്ളനെന്ന് വിളിച്ച് അധിക്ഷേപിച്ച ആളുകൾ സത്യം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. കോന്നിയിലെ ജനങ്ങൾക്ക് തന്നെ അറിയാം. 96 മുതൽ മത്സരരംഗത്ത് എത്തിയത് മുതൽ തനിക്കെതിരെ പലതരം ആരോപണങ്ങൾ ഉന്നയിച്ച് പലരും തന്നെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും താൻ തകർന്നിട്ടില്ല. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടിന്റെ ഫയലിൽ ഇളവനുവദിച്ച് ഫയൽ അയച്ചത് വ്യവസായ വകുപ്പാണ്. താൻ ആ ഫയൽ കണ്ടിട്ടില്ല, അത്തരമൊരു ഫയലിൽ താൻ ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് തനിക്കതിൽ നേരിട്ട് ബന്ധമില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ കാര്യത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ഈ കാര്യത്തിലെല്ലാം തന്നെ ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്ന ഒരു ദിനം വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു സജോ ദേവസ്യ പത്തനംതിട്ടയിൽ നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക്.